ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് ChatGPT എങ്ങനെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ChatGPTയുടെ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും അത് ഓപ്പൺ ചെയ്താൽ മൊബൈലിൽ കാണുക. ഇതിൻ്റെ വെബ് വേർഷൻ അവൈലബിൾ ആണ്, പക്ഷേ എല്ലാവർക്കും സിസ്റ്റം യൂസ് ചെയ്യാൻ പറ്റിക്കണമെന്നില്ല. അതുകൊണ്ട് മൊബൈൽ വേർഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സൈൻ അപ്പ് ഓപ്ഷൻ കാണിക്കും. അപ്പോൾ അതിൽ സൈൻ അപ്പ് ഓർ ലോഗിൻ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ട് കണ്ടിന്യൂ ചെയ്താലും മതി. അപ്പോൾ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഗൂഗിൾ അക്കൗണ്ട് സെലക്ട് ചെയ്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജിലോട്ടാണ് വരിക. ഇവിടെ നമ്മുടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ബർത്ത്ഡേ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. വൺസ് നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ ആയി കഴിഞ്ഞാലുള്ളൊരു ഹോം പേജ് ഇങ്ങനെ ആയിരിക്കും കാണുന്നത്. വാട്ട് ക്യാൻ ഐ ഹെൽപ്പ് വിത്ത് എന്ന് പറഞ്ഞിട്ടൊരു വിൻഡോ വരും. താഴെ ഒരു ടെക്സ്റ്റ് ബോക്സ്, ആസ്ക് എനിത്തിങ്. ഇതിനകത്താണ് നമുക്ക് വേണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുക്കുന്നത്, അല്ലെങ്കിൽ പ്രോംപ്റ്റ് എന്ന് പറയും. റൈറ്റ് സൈഡിൽ താഴെ ഒരു വോയിസ് ഓവറിൻ്റെ ഓപ്ഷൻ, ലെഫ്റ്റ് സൈഡിൽ ഇമേജ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. ഇനി ലെഫ്റ്റ് സൈഡിലെ ടാബിൽ പോയി കഴിഞ്ഞാൽ അവിടെ കാണുന്ന ഓപ്ഷൻസ് ഇതൊക്കെയാണ്: ന്യൂ ചാറ്റ്, ലൈബ്രറി, എക്സ്പ്ലോർ GPT. താഴെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷനിൽ സെറ്റിങ്സ് കാണാം. ഓക്കെ, എനിവേ നമ്മളിതിൽ യൂസ് ചെയ്യുന്നത് ഈ ന്യൂ ചാറ്റ് എന്നുള്ള വിൻഡോ ആണ്. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പ്രോംപ്റ്റ് അല്ലെങ്കിൽ എന്ത് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ കൊടുക്കുക. ഒരു ചാറ്റ് വിൻഡോ പോലെ നമുക്കിതിനോട് എന്ത് ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഈ ഒരു AI ടൂൾ അല്ലെങ്കിൽ ചാറ്റ് വിൻഡോയിൽ നമുക്ക് എന്ത് കൊടുത്താലും അതിനുള്ള റെസ്പോൺസ് കിട്ടും. ഇപ്പോൾ നമ്മൾ മുന്നേയൊക്കെ ഗൂഗിളിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്ത് സെർച്ച് ചെയ്താലും കുറേ വെബ്സൈറ്റ്സ്, ഒരു ലിസ്റ്റ് ഓഫ് വെബ്സൈറ്റ്സ് വരിക. എന്നിട്ട് നമ്മളതിൽ ഓരോ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് എന്ന് ഡാറ്റ ഫെച്ച് ചെയ്യണം. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കുക, എന്തെങ്കിലും ഇപ്പോൾ പഠിക്കാനുള്ള ആവശ്യത്തിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിൻ്റെ ഒരു കാര്യം സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഓരോ വെബ് പേജും തപ്പിയെടുത്ത് നമ്മൾ അതിലത്തെ ഡാറ്റ മനസ്സിലാക്കണം. ഇത് അതിന് പകരം എല്ലാം കൂടെ നമുക്ക് ഈ ഒരു ചാറ്റ് വിൻഡോയിൽ നമ്മളിപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് സംസാരിക്കുന്ന പോലെ ഈ ഒരു AI ചാറ്റിലോട് നമുക്ക് സംസാരിക്കാം. അതിപ്പോൾ വോയിസ് കമാൻഡായിട്ട് കൊടുക്കാം, പിക്ചർ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ തന്നെ പല വേർഷൻസ് ഉണ്ട്. ഇതിൻ്റെ ലാംഗ്വേജ് മോഡൽസ് എന്ന് പറയും. അപ്പോൾ നമുക്ക് ഈ ഗെറ്റ് പ്ലസിൽ കൊടുത്തു കഴിഞ്ഞാൽ അറിയാം. ഇതിപ്പോൾ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് ബേസിക്കാണ്. ഇതിൻ്റെ ഓരോ മോഡൽസ് അപ്ഗ്രേഡ് ചെയ്യും തോറും കൂടുതൽ ക്വാളിറ്റി, മീൻസ് നമ്മുടെ ഡാറ്റയുടെ അക്യുറസി അത് കറക്റ്റായിരിക്കും. ഇത് നമുക്ക് യൂസ് ചെയ്യാനും പഠിക്കാനൊക്കെ ബേസിക് പാക്കേജ് തന്നെ മതി. മറ്റേ പാക്കേജിനൊക്കെ നമ്മൾ പൈസ എക്സ്ട്രാ കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന ടെക്സ്റ്റിനെ യൂഷ്വലി പ്രോംപ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഫേസ്ബുക്കിലും പല സോഷ്യൽ മീഡിയയിലും പലതരം പ്രോംപ്റ്റ്സും അതിൻ്റെ ഔട്ട്പുട്ടൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ബേസിക് പ്രോംപ്റ്റ് ടെസ്റ്റ് ചെയ്യാം, അതെങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ടൈപ്പ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, give me some details about പാലക്കാട് ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ അതേ കണ്ടോ, നമ്മൾ കൊടുത്തത് ഗിവ് മീ സം ഡീറ്റെയിൽസ് അബൌട്ട് പാലക്കാട്. പാലക്കാടിനെ കുറിച്ചിട്ടുള്ള കുറേ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഗൂഗിളിൽ തപ്പിയെടുക്കുന്നതിനേക്കാൾ എത്രയോ ബെറ്ററാണ് നമ്മൾ ഒറ്റയടിക്ക് ഇത് റെസ്പോൺസായിട്ട് കാണാം. നമുക്കിത് വായിച്ച് നോക്കി നമുക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ് എടുക്കാം, കളക്ട് ചെയ്യാം. ഇതിപ്പോൾ ഒരു പ്രോംപ്റ്റ്. ഇതുപോലെ നമുക്ക് എന്ത് വേണേൽ ചോദിക്കാം. ഇപ്പോൾ കാൽക്കുലേഷൻ എന്തെങ്കിലും കൊടുക്കാം, ഇപ്പോൾ പ്രോഗ്രാമിങ് ചോദിക്കാം, അതുപോലെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറയാം. അങ്ങനെ പല പ്രോംപ്റ്റും കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, ഞാനൊരു ചെറിയ പ്രോഗ്രാം കൊടുക്കുക. ഗിവ് മീ എ പൈത്തൺ പ്രോഗ്രാം ടു ആഡ് 2 നമ്പേഴ്സ്. അപ്പോൾ ഞാൻ വേറെ പ്രോംപ്റ്റാണ് കൊടുത്തത്. അതേ കണ്ടോ, അവർ കറക്റ്റ് അതിൻ്റെ കോഡ്, ഔട്ട്പുട്ട്, ഇതെല്ലാം നമുക്ക് കിട്ടും. ഇതിപ്പോൾ ലേണിംഗ് പർപ്പസിനാണെങ്കിലും ബിസിനസ് പർപ്പസിനാണെങ്കിലും നമുക്ക് ഭയങ്കര യൂസ്ഫുൾ. അപ്പോൾ ഏതൊരു സാധാരണക്കാരനെ എന്ത് വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് ചോദിക്കുക, അതിനപ്പം തന്നെ എൻ്റെ റെസ്പോൺസും കിട്ടും. ഈ ആക്ച്വലി ഡാറ്റ ഇവർ കളക്ട് ചെയ്യുന്നത് ഇൻ്റർനെറ്റിൽ നിന്ന് തന്നെയാണ്. പക്ഷേ നമ്മൾ എല്ലാം വിശ്വസിക്കാൻ പറ്റില്ല, ഒക്കെ ഒന്ന് കൺഫേം ചെയ്യും കൂടെ വേണം നമ്മുടെ സൈഡിൽ നിന്ന്. ബട്ട് എനിവേ ഹൈ ലെവലിൽ എല്ലാ ഡാറ്റയും കിട്ടുന്നത് കറക്റ്റായിരിക്കും. പിന്നെ അതുപോലെ നമുക്കിപ്പോൾ വേറൊരു കോണ്ടെക്സ്റ്റിൽ ഒരു ചാറ്റ് ഓപ്പൺ ചെയ്യണമെന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ എടുത്തിട്ട് പുതിയൊരു ന്യൂ ചാറ്റ് വിൻഡോ ഓപ്പൺ ചെയ്യാം. ഇനി നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ താഴെ ഒരു വോയിസ് ഓവറിൻ്റെ സിമ്പിൾ കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വോയിസ് ആയിട്ട് കൊടുക്കാം. അത് ഓട്ടോമാറ്റിക് ഇൻപുട്ട് എടുത്തിട്ട് അതിനുള്ള റെസ്പോൺസ് കിട്ടും. അതും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഗിവ് മീ സം അട്രാക്ഷൻസ് ഓഫ് കേരള. കണ്ടോ, ഞാനതൊരു വോയിസ് ആയിട്ടാണ് കൊടുത്ത്. എന്നിട്ട് എൻ്റർ കൊടുത്തപ്പോൾ അത് ഓട്ടോമാറ്റിക് ആ പ്രോംപ്റ്റ് എടുത്തു. എന്നിട്ട് ഇത് കേരളയുടെ
കുറേ അട്രാക്ഷൻസിനെ കുറിച്ചൊരു ഡിസ്കഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ടൈപ്പ് ചെയ്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. നമ്മൾ സംസാരിച്ച് അത് സ്പീച്ച് ടു ടെക്സ്റ്റ് ആയിട്ട് എടുത്തിട്ട് അതിനുള്ള റെസ്പോൺസ് കിട്ടും. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഈ ഒരു പുതിയ ചാറ്റ് ഓപ്പൺ ചെയ്തു, ഈ ഒരു കോൺടെക്സ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ക്വസ്റ്റ്യൻ നമുക്കതിന് അടുത്തതായിട്ട് കൊടുക്കാം. അപ്പോൾ അത് ഓട്ടോമാറ്റിക് മുന്നേ കൊടുത്ത കോൺടെക്സ്റ്റ് അവർ മനസ്സിലാക്കിയിട്ടുള്ള അതിനനുസരിച്ചുള്ള റെസ്പോൺസ് തരും. പിന്നെ ഫോർ എക്സാമ്പിൾ നമുക്കിത് മലയാളത്തിലും ചോദിക്കാം. അതാണ് ഏറ്റവും യൂസ്ഫുള്ളായ വേറൊരു ഫീച്ചർ. ഇപ്പോൾ ഞാനിത് സ്പീച്ച് കൊടുക്കുകയാണ്, എന്നിട്ട് അതിൽ ഇത് മലയാളത്തിൽ തരാമെന്ന് ചോദിച്ചു നോക്കാം. ഗിവ് മീ ദ എബവ് ഇൻ മലയാളം. കണ്ടോ? അപ്പോൾ നമുക്ക് മുന്നേ തന്ന റെസ്പോൺസ് അവർ മലയാളത്തിൽ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ കറക്റ്റ് മലയാളത്തിലെ എല്ലാ ഡീറ്റെയിൽസും വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ഡീറ്റെയിൽസ് വേണമെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാം, അപ്പോൾ അതിൻ്റെ ആൻസറും കിട്ടും. ഇതുപോലെ തന്നെ ഇമേജ് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ ഞാൻ എല്ലാം ഒന്നും അതിൽ പറയുന്നില്ല, നിങ്ങളായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. പിന്നെ അതുപോലെ തന്നെ ChatGPT മാത്രമല്ല, നമുക്ക് പല ടൂൾസ് വേറെ ഉണ്ട്. ഗൂഗിളിൻ്റെ ജെമിനി, അങ്ങനെ പല ടൂൾസും ഇപ്പോൾ അവൈലബിൾ ആണ്. ChatGPT OpenAI ആണ് ഫസ്റ്റ് വന്നത്, അതുകൊണ്ട് ഞാനത് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളെ കാണിച്ചു എന്നുള്ളത് മാത്രം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ഫീച്ചർ എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇപ്പം തന്നെ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുക. നമ്മൾ പണ്ടത്തെ പോലെ ഗൂഗിളിൽ കയറി എല്ലാ പേജസും തപ്പേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിപ്പോൾ എന്ത് ക്വസ്റ്റ്യൻ ആണെങ്കിലും, ഇപ്പോൾ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്, സെമിനാർ, കണക്ക്, ബിസിനസ് ആയിട്ടുള്ള എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ട ഡീറ്റെയിൽസ്, അങ്ങനെ സ്റ്റുഡൻസിനും എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് ChatGPT. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.